സോ ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഹായ് 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 ഹായ്. ഇതാരാ, അച്ഛനാണോ? അച്ഛന്മാരുടെ ഫോട്ടോ മാത്രമല്ലല്ലോ ബ്രോ നമ്മള് ഈ പറയണത് പോലെ ഇതിനകത്ത് ക്യാമറ. ഞാൻ ഗൈസ് ക്യാമറ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ക്യാമറ ചില്ല എല്ലായിടത്തും ക്യാമറ. പിന്നെ ഗെയിമിൽ കറണ്ട് പോയാൽ ഇൻവെർട്ടർ ഇത് ഓഫായി പോകും. അതാണ് പ്രശ്നം. അതാണ് മെയിൻ പ്രശ്നം. വാച്ചിങ് കാണിക്കുന്നില്ല. വാച്ചിങ് ഇപ്പൊ 9.8K ഉണ്ട് ബ്രോ. ഇപ്പൊ 9.8K വാച്ചിങ്. അപ്പൊ ഗൈസ് എല്ലാവർക്കും വെൽക്കം. പുള്ളിക്കാരിയുടെ ലൈവ് അല്ല ഇത്. പുള്ളിക്കാരി എവിടെയെങ്കിലും ലൈവ് ചെയ്യുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇടയ്ക്ക് സാരിയൊക്കെ കൊടുത്തു വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഷെഡിൽ വരും. ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് എന്റെ ചാനലിന്റെ പേര് ഈഗിൾ ഗെയിമിംഗ് എന്നാണ്. ഞാൻ അങ്ങനെ സാരി ഒന്നും എടുത്ത് ഞാൻ അങ്ങനെ വരാറില്ല. SRR ഡിസ്മാൻഡില്ല. SRR ഞാൻ അറിഞ്ഞടാ ഗൈസ്. SRR ഡിസ്മാൻഡിലായി. സോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അടി വഴക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2-3 അടിയും കൂടെ നമുക്ക് ഫൈറ്റ് ആയിട്ട് എടുത്ത് തീർക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനത്തെ ഗാങ്സിന്റെ ഒക്കെ എടുത്ത് വള്ളി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരി കാണാൻ. പിന്നെ ഞാൻ MRCയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്തൊക്കെ നിങ്ങൾ കാണുന്ന ഓരോ വ്യൂസിനും എനിക്ക് പൈസ ആയിട്ട് കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളോട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ അല്ല, ബട്ട് സ്റ്റിൽ യു ഗൈസ് ഇൻസ്റ്റാൾഡ് ആൻഡ് എന്താ പറയാ, ഇവിടെ വന്ന് നിങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. അതിനൊരു വലിയ താങ്ക് യു ആദ്യം തന്നെ പറയണം. സോ അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാ സൈഡിൽ നിന്നും എല്ലായിടത്തും വന്ന് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. അതിന്റെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇന്നലത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ലൈവ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ അകത്ത്. അതും കേരളത്തിന്റെ ഒരു സൈഡുകളിലും പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലത്തെയൊക്കെ ഇതിലാണ് ശബ്ദങ്ങളിലൊക്കെയാണ് എനിക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ ആൾക്കാർ വന്നിട്ടുള്ളത് കൊണ്ട് പറയാം. അവർക്കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നിനക്കൊക്കെ ഇവിടെ ഇരുന്ന് തെറി ഊമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തള്ളക്കി വിളിക്കാൻ തിരിച്ചു വിളിക്കും. എനിക്ക് അങ്ങനത്തെ പേടിയുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലായ? അപ്പോ മര്യാദ എന്നിട്ടും പെട്ടെന്ന് ഞാൻ ഒരു മനുഷ്യന് ഒരു ട്രിഗർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തിനായിരിക്കും ഞാൻ ട്രിഗർ ആയത്? വെറുതെ ഞാൻ വന്നിട്ട് ഒരു ദിവസം വന്നിരുന്ന് ആൾക്കാരെ അവരെ വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ വെറുതെ എനിക്ക് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതുവരെ അതിനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു കേസ്. എന്തിനാണ് ഇത്രയും നാൾ വരെ ഞാൻ വെയിറ്റ് ചെയ്ത്? എന്തിനാ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന MRC പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, എനിക്കിത് പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണ്. ഈവൻ സമയത്ത് പോലും ചാറ്റ് നോക്കിയിട്ട് ചാറ്റിൽ ഈഗിളിനെ പേടിയാ എന്ന് പറഞ്ഞിട്ട് തൊപ്പി, നമ്മൾ MRC ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന സമയത്ത് പോലും തൊപ്പി ചാറ്റ് നോക്കിയിട്ട് ഈഗിളിനെ പേടിയാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇറങ്ങി എനിക്ക് ഈഗിളിനെ അല്ല ദൈവം തമ്പുരാനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറഞ്ഞ് ചാറ്റ് നോക്കി തൊപ്പി എനിക്കെതിരെ പോലും റിപ്ലൈ തന്നിട്ടുണ്ട് ഒരു സമയത്ത്. ഞാനത് അവനോട് ചോദിച്ചിട്ടുമുണ്ട്, എന്തിനാണ് നമ്മൾ ഇത്ര നന്നായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ചാറ്റ് നോക്കി ട്രിഗർ ആയെന്നുള്ള പറഞ്ഞ കാര്യം വിട്ടോ. പക്ഷെ എന്നാലും അതൊരു ശരിയാണ്. ഞാൻ ചാറ്റ് നോക്കിയിട്ടാണ് തൊപ്പിയെ ട്രാക്ക് ചെയ്തത്. അതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ അതെന്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി ഇതിന് തൊപ്പി നാളെ വന്ന് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. അവൻ ഇതിന്റെ കാര്യത്തിൽ 100 വേണമെങ്കിൽ അവരധികം, എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ അവനോട് തീർത്തോളാം. ബാക്കിയുള്ള ആൾക്കാർ വേറൊരു കാര്യമുണ്ട് ഗൈസ്. ഞാൻ ചോദിക്കുന്ന ആൾക്കാര് തൊപ്പിയുടെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ടാണ് എന്നെ അടുത്ത് റിപ്ലൈ തരുന്നത്. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് എന്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ട്. അതാണ് ഡിഫറൻസ്, മനസ്സിലായ? ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെനിക്ക് റിപ്ലൈ തരുന്ന തൊപ്പിയുടെ അച്ചീവ്മെന്റ്സും തൊപ്പിയുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് ഫ്രം ദ ബിഗിനിങ്. അത് അന്നോട്ടേ ഇങ്ങനെയാ. പക്ഷെ ഞാൻ എന്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ടും എന്റെ സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരുടെ റിപ്ലൈ പറയണത്. അത് വേറൊരു വലിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, പ്രശ്നം സംഭവിക്കാറുള്ള സമയത്ത് ഞാനും ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ എടുത്ത് പോകാറുണ്ട്, ഗ്യാപ്പ് ഇതാക്കാറുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയാ, എനിക്ക് ഈ പറയണത് പോലെ ഈ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിക്കവർ ആവാൻ ഒരു ടൈം എനിക്ക് എപ്പോഴും എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ റെസ്പെക്ട് ചെയ്തില്ല പെർട്ടിക്കുലർ മൊമെന്റിലൊന്ന് എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുന്ന് ഗൈസ് ഈ തെറി പറയണവന്മാരെ വിട് ഗൈസ്. ഇവന്മാര് നിങ്ങൾക്കറിയാലോ ഇതിന്റെ ഒരു മെയിൻ കാരണം പോലും ഇവന്മാരെ ഇനി ഞാൻ എന്ത് പറഞ്ഞ് ഇംപ്രസ് ചെയ്താലും ഇവന്മാരിരുന്ന് സ്പാം ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായോ? ഇവന്മാര് ഇനി എന്ത് പറഞ്ഞാലും അവരെ വിട്ടോ നിങ്ങൾ. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടെ ഞാൻ തൊപ്പിയുടെ കാര്യം, അതായത് വാച്ചിങ്ങിന്റെ കേസിലും അവൻ ഒരു ടൈമിൽ കാണിച്ച എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിനക്കൊക്കെ വേണമെങ്കിൽ കേൾക്കാം,
അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് കളയാം. മനസ്സിലായ? അപ്പോ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ഇത് കുറച്ച് ബാക്കിലോട്ടുള്ള സ്റ്റോറിയാണ്. അതായത് ഉണ്ടാവില്ല, മനസ്സിലായ? ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീയൊക്കെ. അപ്പൊ ആ MRCക്ക് ഒരു ഈ പറയുന്ന ഒരു ലെഗസി ഉണ്ട്. ആ MRCക്ക് ഒരു ഓണർ ഉണ്ട് ഇപ്പോഴും. ആ MRCയുടെ ഓണർ നമ്മുടെ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ കറന്റ്ലി. മനസ്സിലായ? അശ്വിൻ ചേട്ടനാണ്. വൈ യു ആർ കേഴ്സിങ്? അയ്യോ അത് ഞാൻ കണ്ടില്ല, എന്തായിരുന്നു എന്തോ അത് ഞാൻ വൈ യു ആർ കേഴ്സിങ് വേർഡ്സ് ടു വൈ യു ആർ യൂസിങ് ദിസ് കേഴ്സിങ് വേർഡ്സ് ടു ലുക്ക് ടഫ്. ഈ ടഫ് ലുക്ക് ഇതൊക്കെ മറ്റേ ജെൻസി സാധനമാണല്ലേ. ലുക്ക് സ്ലേ. ഓ ബ്രോ, ഞാൻ അതിലേക്ക് വരാം ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനാണ് ഇതിന്റെ ഓണർ. അപ്പൊ കറന്റ്ലി ഗോഗു അവന്റെ ഫുള്ള് കാര്യങ്ങളും ബാക്കി ഈ അതിന്റെ ട്രേഡ് മാർക്ക് എടുക്കണം, പിന്നെ എന്താ പറയാ കമ്പനി രജിസ്റ്റർ ചെയ്യണം. സോ മാർസലസ് എന്ന് പറയുന്ന ഈ MRC എന്ന് പറയുന്ന കമ്പനി ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ ഓണർ ഞാൻ തുപ്പിയുടെ പേര് ഡ്രാഗ് ചെയ്തതിനുള്ള ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ക്ഷമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിലല്ല ബ്രോ, ഇത്രയും ഡീപ്പ് ആവല്ലേ. എടാ നിനക്ക് സമയമില്ലെങ്കിൽ നീ കേക്കരുത്. ഞാൻ ഇത് മറ്റേ സീരിയൽ പോലെ പറയുള്ളൂ, അതേപോലെ ഭയങ്കര പതുക്കെ പറയത്തുള്ളൂ. നീക്കല്ല പറഞ്ഞ എനിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് കുറച്ചുപേര് ഇരിക്കാൻ പോവാ. നീ എല്ലിട്ടാലും എന്ത് അണ്ടി ഇട്ടാലും ഞാൻ ഇത് ഇങ്ങനെ പറയത്തുള്ളൂ. നീ എന്തോ വിചാരിച്ചു? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് നീ കേൾക്കാൻ വന്നതാ, പറയടാ. അത് പിന്നെ സോറി പറയാ, അത് പറ്റിപ്പോയതാ. കേട്ടിട്ട് പോടാ, വേണേ കേട്ടിട്ട് പോ. അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും കൂടി ഇതിനകത്ത് വിളിച്ച് എന്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് ഞാനൊരു ലിമിറ്റ് വരെ ഇത് കുറയ്ക്കുക. ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളില് ഇതൊന്നും അറിയാവുന്ന MRC ഓഡിയൻസ് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രം ദ സ്റ്റാർട്ട് ഈ ഒരു ഗ്യാങ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഈ ഇതിനകത്തെ മാക്ക് നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടും നമ്മളുമായിട്ട് നല്ല രീതിയിൽ സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും പൊക്കോണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ മാക്കിനെ പോലും കഴിഞ്ഞിട്ട് പറയാം. അവിടെ നിന്നാണ് നമ്മള് TV എന്നുള്ള ഒരു സാധനം ഇവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സും കാണിച്ചു തുടങ്ങിയത്. ഓക്കെ, വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തു. വൺസ് ഗ്യാങ് മോണിറ്ററിംഗ് പീരീഡിലായപ്പോ തന്നെ MRCയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് സിറ്റിയിൽ സിറ്റുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സൈഡിൽ നിന്ന് റൂൾസ് അറിയാത്ത കുറെ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് സിറ്റിയിൽ ഉണ്ടായി. അതായത് അവർക്ക് റൂൾസ് അറിയാതെ പറയാൻ പറ്റാതെ പോയത്, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിലും ഒരുപാട് ഷമീറിന്റെ സൈഡിൽ നിന്നും റാംബോയുടെ സൈഡിൽ നിന്നും ഇവരുടെ സൈഡിൽ നിന്നും എല്ലാം ഉണ്ടായി. ഞാൻ എന്നിട്ട് എന്റെ TVയുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഇത്രയും വൾഗർ ആവുന്നതിന് മുമ്പത്തെ കാര്യം, MRCയുടെ ഇടയ്ക്ക് MRCയുടെ പേരെടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ ആർക്കെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് മറന്നോ, അത് എന്തായാലും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോലന്റെ സൈഡിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത്. ഞാൻ ലോലനെ പ്രത്യേകമായിട്ട് VCയിൽ വിളിച്ച് ലോലനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞ് എടാ ഇനി ഞാൻ ഇവരുടെ അടുത്തെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ RP ചെയ്യാൻ വേണ്ടി വരുന്നത്. അതില് ഷെയ്ഖ് വന്നു, ഷെയ്ഖിന്റെ കൂടെ RP ചെയ്യാറുണ്ടായിരുന്നു. എന്താ നിക്കത്തില്ല. അങ്ങനെ സംസാരിക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പറയണത് TV ഇറങ്ങിയ കുറെ ആൾക്കാര് ഫുൾ ആൾക്കാർ ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നേനെ. പോയ ആൾക്കാർ വരെ തിരിച്ച്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഈ സാധനത്തിലൊന്നും ഗെയിമിലൊന്നും ഞാൻ ഈ പറയണ എല്ലാവരുടെയും പെർമനന്റ് ബാൻ മാറ്റി കൊടുത്തു. കഴിച്ച് ഞാൻ അതിന്റെ കൂടെ ഞാൻ പറയാണ്, ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. അത് ഞാൻ പറയാം, അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ ഡൊമിനിക്കിന്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഈഗോ കീപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സാധനവും അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ ഇതുപോലെ പോയിട്ട് അങ്ങോട്ട് വെച്ച് മാക്കെ ഇതാണോ ശരിക്കുള്ള മെമ്പേഴ്സ്, ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മാക്ക് പറഞ്ഞ് ഈകളെ എന്ത് പറ്റി, എന്തെങ്കിലും സീനുണ്ടോ? ഞാൻ പറഞ്ഞ് മാക്കെ, ഞാൻ പറയണത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് MRC നിങ്ങൾക്ക് മാക്കിന് ചിലപ്പം ഡീപ്പായിട്ട് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കുറെ പേര്, ഞങ്ങളുടേതായിട്ട് കൂട്ടത്തിൽ പ്രശ്നമുള്ള കുറെ പേരുണ്ട്. സോ നമ്മൾ ഇനീഷ്യൽ മെമ്പേഴ്സ് ഒക്കെ ഇതിനകത്തോട്ട് വരിക എന്ന് പറഞ്ഞപ്പം ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്ക് ഞാൻ വിരോധം കാണിച്ച് നിൽക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നീട് ഇത് ദൂരോട് അവരാധിക്കാനാണ് നമുക്ക് പറ്റാത്തത്.
പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആകത്തില്ല, അവൻ ഇടയ്ക്കൊക്കെ കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റില് തൊപ്പിയുടെ ഈ ഗ്യാങ്ങിലുള്ള, അതായത് ഷമീർ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, മെയിൻ സ്ട്രീം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആവുമെന്ന് അന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അവരുടെ കാര്യം എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇതിങ്ങനെ സോൾവ് ആയി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ സെയിം സാധനം ടി വിക്കകത്ത് വന്നു തുടങ്ങി. അതായത് ഇവന്മാര് എടാ ഇനി നോർമലി നിങ്ങൾ നടക്കുവാണെങ്കിലും മാക്സിമം ഗ്യാങ് ഡ്രസ്സിൽ നടക്കാൻ നോക്കുക. പകലുള്ള സിറ്റുവേഷനിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഗ്യാങ് ഡ്രസ്സ് നടക്കാൻ നോക്കുക. ഗ്യാങ് ഡ്രസ്സ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അറിയാം എന്നുള്ളൊരു രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ട്രിഗർ ആവാൻ തുടങ്ങി. മനസ്സിലായ? വൃത്തികെട്ട രീതിയിൽ സ്റ്റിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഇതൊന്നും സഹിക്കുക വയ്യാതെ ഗൈസ്, ഇത് ലാസ്റ്റില് ഉണ്ടല്ലോ, ഞാന് എന്താ എല്ലാം എനിക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഷെയ്ക്കും മാക്വൽ അവിടെ വന്നിട്ട് നമുക്ക് അതുപോലെ തിരിച്ച് ഞാൻ അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ലൈവിലിരുന്ന് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അവരുടെ നമ്പരും ഇതൊന്നും ലീക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്പറിനകത്ത് വിളിച്ച് കുണ്ണത്തരം പറഞ്ഞവനൊക്കെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എന്റെ നമ്പർ കുറെ ആൾക്കാരുടെ കയ്യിലുണ്ട്. ആൻഡ് എന്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആക്റ്റീവ് ആണ്. ഞാൻ എന്റെ ഇതിനകത്തെല്ലാം മെസ്സേജുകൾ ഇടാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ഞാൻ പറയുവാണ്. എനിക്കൊരു സെക്കൻഡ്, ഞാൻ എടുത്തോട്ടെ, ഒരു മിനിറ്റ്. ഇത് ചില കാര്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ ആൾക്കാര് ഈ പറയണത് പോലെ നമ്മള് വായ്ത്താളം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൊരു, അന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ ലീഡർ MRCയുടെ മാറ്റർ ആയിട്ട് പോലും ഈ പറഞ്ഞ ലീഡറും ഇപ്പൊ റിയാക്ട് ചെയ്യുന്നതും തിളക്കുന്നതായിട്ടുള്ള ഒരാളെ പോലും MRCക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആ VC കണ്ടില്ല. പോയിരുന്നു ഞാൻ ഇവരുടെയൊക്കെ എടുത്ത് സംസാരിക്കണ്ട. എനിക്ക് ഒരു കമ്മിറ്റ്മെന്റും എഫേർട്ടും അങ്ങനെയാണല്ലോ പൊതുവെ എന്നെ പറ്റി പറയണ അങ്ങനെയാണല്ലോ വെളിയിൽ. എനിക്കൊരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എനിക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ എന്നിട്ടും ഇതെല്ലാം ഓക്കെ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തി. എണ്ണീറ്റ് പോടാ കുണ്ണേന്ന്. വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അതിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് അമ്പത്തൂരിന്റെ അടുത്ത് പോയിട്ട് ഈ സിറ്റുവേഷൻ വേണ്ടാടാ ഞാൻ ഇവനെ പറഞ്ഞു വിട്ട്. ഇത് കഴിഞ്ഞപ്പം ഈ സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഫ്രണ്ട്ലി എന്ന് അവര് പറഞ്ഞിട്ട് എനിക്ക് 2 മാസമായിട്ട് പുള്ളി സിറ്റിയിൽ കളിക്കുക. ഇത് ടിവിയുടെ ഗ്യാങ് ഡ്രസ്, ഇത് ടിവിയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ്, ഞാൻ പറഞ്ഞ അതിനല്ല, എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയതെന്നാണ് ചോദിക്കുന്നത്. ഇതില് എന്റെ മെമ്പേഴ്സിനും എന്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എന്റെ വ്യൂവേഴ്സ് കണ്ടൊരു കാര്യത്തിലും ഈ പറയണ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലും വരാം. അത് വരാം അൺടിൽ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എന്റെ മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല, അവർക്ക് എതിരെ സംസാരിച്ചിട്ടുമില്ല. അപ്പോ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് തിരിച്ച് ഇങ്ങോട്ടും കിട്ടണം. കാരണം നമ്മളിത് തലേന്ന് വിസിയിൽ മാക്കിനോടും ഷെയ്ക്കിനോടും ഇനി ഷമീറിന്റെ സൈഡിൽ നിന്ന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഇൻട്രസ്റ്റ് ഇട്ട് ഒരുത്തം വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ അവനോട് ഇപ്പൊ MRCയിൽ ഇപ്പൊ ഒരു ഒരാളുടെ പേര് സുഗുണൻ എന്നൊരു പേരുണ്ടെങ്കിൽ സുഗുണൻ രണ്ടീന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നോണ്ടാ. പക്ഷെ ഇത് വേഴ്സ് ആവണ്ടെന്ന് വിചാരിച്ച് ഷമീർ സോറി പറഞ്ഞു. ശരി, ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ അമ്പത്തൂരിന് അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്പത്തൂര് അണ്ണ എനിക്ക് അന്നേരം മുട്ടാൻ ബാഡായി, ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അണ്ണനോട് പെട്ടെന്ന് വന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഈ സിറ്റുവേഷൻ വെച്ചിട്ടേ ഇല്ല. ഞാൻ ആരെ പറ്റി ഇതിന്റെ പേരിൽ ഷമീറിനെ കൊണ പറയാനോ, എനിക്ക് ഈ ഒറ്റ ക്ലിപ്പ് മതിയായിരുന്നു അടുത്ത ദിവസം വന്നിട്ട് ഷമീറിന്റെ അടുത്ത് ഷമീറിനെ പറ്റി ഇരുന്ന് അവരാധിക്കാനും ഷമീറിനെ പറ്റി അത് പറയാനും ഇത് പറയാനും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് അവന്റെ അടുത്ത് പറഞ്ഞടാ, ഇനി എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് സോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞപ്പം ഇതിന്റെ കൂടെ ഞാൻ കണ്ടു അമ്പത്തൂരിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടു. എന്താ പറയുന്നത്? എന്താ അവസ്ഥ? RP ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് സംസാരം അമ്പത്തൂരിനെ വേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരിന് ആ സംസാരം വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാങ് ഡ്രസ് ഇട്ട് ഗ്യാങ് വണ്ടി വന്ന് TV ആണെന്ന് അറിഞ്ഞിട്ടും ആ സംസാരം
ഇപ്പെന്ന് ഞാൻ അന്നേരം ഇവരെ വഴക്ക് പറയാറുണ്ട്. എന്റെ ഓഡിയൻസിന് ഞാൻ ചീത്ത പറയുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്കറിയാം, ബാക്കി പുറത്തുനിന്നുള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാണുന്നവർക്കറിയാം. ഞാൻ അവരോട് പറയും, ഞാൻ അവരോട് ഇങ്ങനെ പറയും, ആരുടെ കൂടെ ആർപ്പ് ചെയ്യണമെന്ന് എന്റെ ഇഷ്ടമാണ്, നീയൊന്നും എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് എന്റെ ലൈവ് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ ലൈവുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. പിന്നീട് ഇവരുടെ കൂടെ ആർപ്പി ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഇവർ ചാറ്റിന്റെ അടുത്തൊന്ന് കൺട്രോൾ ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒന്നാമത്തെ കാര്യം അത്, കാരണം ഞാൻ അത് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചെനിക്ക് അങ്ങനെ അത് കിട്ടാറില്ലായിരുന്നു. ഞാൻ എന്നിട്ടും ഒരു മൈന്യൂട്ട് ഓഡിയൻസിനെ, എനിക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസിന്റെ അപ്പുറത്തോട്ട് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈന്യൂട്ട് ഓഡിയൻസിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ട് മാറി ഞാൻ ഇതുപോലെ പറഞ്ഞ, അല്ലെങ്കിൽ എന്നിട്ടും എന്റെ ലാസ്റ്റ് ലൈവ് വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വേണമെങ്കിൽ ഷമീർ ഒരു ആർപി ആയിട്ട് വിളിച്ചായിരുന്നു, ഞങ്ങൾ ഒരു ഗ്യാങ്സ് എടുത്ത് ഞാൻ ഫോൺ വിളിച്ചു പോയിട്ടുള്ള ആളാ. എനിക്ക് MRCയോട് കൺസേൺ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം ബ്രോ? എനിക്ക് MRCയോട് ഈഗോ ആണെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം? ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ട് നിൽക്കുന്നിടത്തോളം, നീ എന്റെ വൈഫായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയാനുള്ള കാര്യമില്ലേ ഗൈസ്, ഈ പറയണ ഫ്രസ്ട്രേഷൻ മണ്ടക്കി തീർക്കും. അവൾക്കൊരു PC മേടിച്ചു കൊടുക്കാൻ ആവതില്ലാത്തവനൊന്നും അല്ല ഞാൻ. എനിക്ക് തന്നെ ഉണ്ട് 4 എണ്ണം. അപ്പൊ എനിക്ക് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ, ഇനി ഇവരുടെ അടുത്ത് പോയിട്ട് വെറുതെ ഇത് കേൾക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഈ പറയണത് പോലത്തെ സ്പാം വരും. എനിക്ക് ഈഗോ ആണ്, എനിക്ക് അണ്ടിയാണ്, ഇതാണ്. നിങ്ങൾക്ക് ഈ MRC ഓഡിയൻസിന് അറിയാത്ത ഒരു സത്യോടെ പറഞ്ഞുതരാം. ഈ ചെയ്യുന്നത് മനസ്സിലായ? എനിക്കിത് കണ്ടപ്പോ വിഷമം വന്നിട്ട് ഞാൻ മാക്കിനെ വിളിച്ചിട്ട് ഇതൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയണം, പബ്ലിക്കലി വന്ന് പറയണം. ഇതൊന്നും ഈ എഫേർട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ലെന്ന്. എനിക്ക് എന്താ ആവശ്യമുണ്ടാ ഈ സൗണ്ട് കൂട്ടി വെച്ചാൽ അത് സെറ്റ് ആവുമെന്ന്. അന്നേരം മാക്ക് എന്നോട് പറഞ്ഞു, ഈകളെ ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ അത്രയും 10-35 മെമ്പേഴ്സ് ഉണ്ടായിട്ട് 2 മാസമായിട്ട് അവൻ ലൈവ് ചെയ്തിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ആയിട്ടില്ല, തോന്നിയിട്ടില്ല. ഈ കമ്മിറ്റ്മെന്റ് കാണിച്ചു നിന്ന ഞാന് എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് ഓരോ ഇതിലും എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മറ്റേ കുടുംബശ്രീ ശാന്ത കളിക്കരുത്, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നം കാണാനല്ല നിങ്ങളുടെ ലൈവിൽ വന്നേ. നിങ്ങളുടെ ലൈവിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്, അതിനകത്ത് ഷെയ്ഖിന്റെ ലൈവിൽ ആ ക്ലിപ്പ് ഉണ്ട്, അത് കാണാനാണ് വന്നത്. അതായത് ഷെയ്ഖ് പറയുന്നുണ്ട് നമ്മൾ KVA ഓഡിയൻസിന്, അത് ഒരു വട്ടമല്ല, ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു ഷെയ്ഖിന്റെ ഒരു ഇത് വെച്ചിട്ട് പറയുവാണ് ഞാൻ ആണെങ്കിൽ, ഷെയ്ഖ് പറഞ്ഞതെന്ന് പറഞ്ഞു, ഇതെന്താ ഇവര് ഒരു ഗ്യാങ് കളിക്കുന്നവരല്ലേ എന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മനസ്സിലായോ? അന്നേരം ഷെയ്ഖ് പറയാണ്, ഷമീർ നമുക്ക് ഹേറ്റ് തന്നു, അത് ഇങ്ങനെ പറയണം. അപ്പൊ എനിക്ക് അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവരുടെ യൂണിവേഴ്സ് ഇങ്ങനെ അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ദേഷ്യം ആ സമയത്ത് ട്രിഗറായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ആദ്യം നീയും ലീഡറും തമ്മിലുള്ള പ്രശ്നം തീർക്കട, എന്നിട്ട് പോലെ നമ്മളുമായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ഷമീർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഷമീറിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ, ഞാൻ ഷമീറിന്റെ ലൈവാണ് രാപ്പകലില്ലാതെ കണ്ട് ഉറങ്ങണത്. എനിക്ക് കഴിക്കുമ്പോഴും കക്കൂസി പോകുമ്പോഴും എല്ലാം പുള്ളിയുടെ ലൈവ് ഓപ്പൺ ചെയ്ത് വെച്ച് കണ്ടാൽ മാത്രമേ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ള രീതിയിലാണ് ഷമീർ പറഞ്ഞിട്ട്, ഷമീർ ഒരു പേരും കൂടി ഇങ്ങനെ ഇട്ട് തന്നു, കുടുംബശ്രീ ശാന്തയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് ഇതൊക്കെ ആക്കിയിട്ടും ഇത്രയൊക്കെ കമ്മിറ്റ്മെന്റോട് കൂടി ഞാൻ MRC മെമ്പേഴ്സിനോട് ഓഫ്ലൈനിൽ നിന്നിട്ടും എന്റെ അടുത്ത് മാക്കും ഷെയ്ക്കും വന്ന് ഈകളെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ക്ലിയർ ഇതായിട്ട് പറയാം എന്ന് പറഞ്ഞ് സംസാരിച്ച് വെച്ചിരുന്ന ആൾക്കാരോട് ഇത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന ലീഡേഴ്സ്, അത് പുള്ളിയുടെ ലൈവിൽ, എന്റെ ലൈവിൽ ഇരുന്ന് റിയാക്ട് ചെയ്ത് കാണുകയാണ് പുള്ളി. എന്റെ ഫുൾ ലൈവ് ഇരുന്ന് കാണുവാണ്. അപ്പൊ ആരാണ്? അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇപ്പോഴും ത്വര ആർക്കാ? എനിക്കല്ല ബ്രോ. അത് എനിക്കുള്ള കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറ. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇത് കൺവേർട്ടിംഗ് ആയിട്ടോ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ MRCയിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നല്ല ഹാങ് ഓവർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ്. അന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടോ അതൊന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞതാണ് അതിനകത്ത്. എനിക്ക് എപ്പോഴാണ് ഇത് ട്രിഗർ ആയെന്ന് പറഞ്ഞാല്, ഇത്രയും ടൈമും കാര്യങ്ങളും എല്ലാ ഇതും ഞാൻ ഇവര് MRCയിലെ ലീഡേഴ്സിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിട്ടും ലൈവ് വരുന്ന സമയത്ത് ഇതുപോലെ
നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞത്. പോടാൻ മൈരാണ്. എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇട്ടാൽ മതി. അന്നാലും ഇറങ്ങി പോണവന്മാര് ചാറ്റ് നോക്കി അഭിപ്രായങ്ങൾ എടുക്കുന്നതുണ്ടാവും, അവിടെ പോയി എടുക്കണം. എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അടുത്ത് പറഞ്ഞ ഏതൊന്നും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാം. എന്നിട്ട് കഴിച്ച് അല്ല, ഞാൻ ഇനി എന്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്തു നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഒരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ, ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പേടിക്കും. അങ്ങനത്തെ ഒരു ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്ക് ഒരു മുട്ടം പണി കിട്ടി കഴിച്ചു. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു. അപ്പൊ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉം ആയിട്ട് തൊപ്പിയോട് മാത്രം, വേറെ ഒരുത്തനോടും ഞാൻ പറയത്തില്ല. അത് വേറെ ഈ പേരിടുന്ന അണ്ടിയനെടുത്തതും ഒന്നും ഞാനത് പറയത്തില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തിരിച്ച് ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെയൊക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചത്. ഷമീറിന്റെ കോള് മിസ്സായി, ഷമീറിന്റെ മെസ്സേജ് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ പിന്നീട് ഷമീറിനോട് വന്ന് സിറ്റുവേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുവാണെങ്കിൽ എന്റെ ചാറ്റിലെ ആൾക്കാർ എന്നെ ഓർമ്മിപ്പിക്കും. ഷമീർ വിളിച്ചായിരുന്നു, ഷമീറിന്റെ അടുത്ത് ചെല്ലു ബ്രോ ആണ്. അല്ലാതെ ബാക്കിയുള്ള ഇപ്പം MRC ഓഡിയൻസിനെ എനിക്ക് ബോധിപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. എനിക്കറിയാം ഇപ്പൊ പറഞ്ഞില്ലേ, ഇവരടുത്ത് പറഞ്ഞില്ലേ, ഈ പറയണത് പോലെ ഇവര് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ പോലും ആ MRC ഞങ്ങൾക്ക് അത് BJS PMI അങ്ങനെന്തോ ആണെന്നോ ഏതോ ഒരെണ്ണമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബ്ലൈൻഡിന് മുമ്പേ ക്വാളിഫൈ ആയത് ഞങ്ങളാ. ഇപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്റെ ഒരു 1v2 അതൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴും ബാറ്റിൽ ഗ്രൗണ്ട് PUBG PC അല്ല PUBG ആയിരുന്ന സമയത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. ജോഗി PMC ആണല്ലേ, PMCO ക്വാളിഫയേഴ്സ് ആ MRCയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. മനസ്സിലായ ഈ കോമ്പറ്റേറ്റീവ് എന്നുള്ള പറയുന്ന ഒരു സാധനം മെന്റൽ പ്രഷർ കൊണ്ട് നിർത്തിയതാ. ഒരു സമയമായിരുന്നു OG ഒരു MRC. അത് കഴിയുമ്പോഴാണ് ബ്ലൈൻഡ് വരുന്നത്. മനസ്സിലായ അത് കഴിയുമ്പോൾ സൈക്കോ വരുന്നു, സൈക്കോയുടെ കോമ്പറ്റേറ്റീവ് അവന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കുന്നു. അങ്ങനത്തെ ടൈം തൊട്ട് ഞാൻ ഉണ്ടായിരുന്ന എന്റെ പേര് എന്റെ ഒന്നുമില്ല. ഇനി തെറി പറയാം, തള്ളക്കി പറയാം, എന്ത് നീ അതൊക്കെ ചെയ്ത. പക്ഷെ എന്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്. അവൻ ഹെൽപ്പ് ചെയ്ത് തൊപ്പിയാണ്. ഇത് നിന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെന്റൽ ഫ്രസ്ട്രേഷൻ ആണത്. അത് ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് കമ്മിറ്റ്മെന്റോട് കൂടി നിന്നാൽ മാത്രമേ നിങ്ങൾ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്റെ ഓഡിയൻസിനും അടുത്ത് പോകും. നീ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ഞാൻ എങ്ങനെയാ വന്നതെന്ന്. നീ എപ്പോഴെങ്കിലും ഒന്ന് എന്റെ ഇതൊന്ന് അന്വേഷിച്ചാൽ മതി. വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ഞാൻ ജനിച്ചത്. റെസ്പെക്ട് ഉള്ള കുറെ പേരുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് അവരാതോ ഞാൻ തെറി പറയാനും ആക്കി ഇരിക്കുന്നില്ല. അത് ഒരുത്തനോടുള്ള പേടിയും പറയും കൊണ്ടല്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി പ്ലാനെങ്കിൽ ഞാനത് മിണ്ടാതിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് കണ്ടിട്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ അവരാധിക്കാനും പേരിടാനും നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു. മനസ്സിലായോ? തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോ ബീഫ് സൗണ്ട് ഉണ്ട്. ബ്രോ എന്റെ കറണ്ട് പോവും ബ്രോ. ഇപ്പൊ വേണേലും പോവാ. എനിക്ക് ഇതിനകത്ത് ചാർജ് ഇല്ല, അതാണ് പ്രശ്നം. ലൈവ് അല്ല ഞാൻ പറയാണ്. ഞാൻ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ഞാൻ ഇരുന്ന് അപരാധിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ഞാനിത് വന്നത്. പക്ഷെ എന്റെ അടുത്ത് ഇത് എന്റെ സൈഡ് കേട്ടപ്പോ എന്റെ അടുത്ത് അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്. നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പം ഓക്കെ എന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം
എന്തെങ്കിലും വീണ്ടും പിന്നെ ഡൊമിനിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡൊമിനിക്ക് എന്റെ അടുത്ത് കൊമ്പനും അവരെല്ലാം വന്നൊന്ന് സംസാരിച്ചു. അവൻ കുറച്ച് നാളെ ആയുള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഡൊമിനിക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. എന്താ അവന് ചെയ്ത മിസ്റ്റേക്സ് എല്ലാം മനസ്സിലായി. അതുകൊണ്ട് എനിക്കൊരു ചാൻസ് കൂടെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് കൈസ്. നമുക്കൊരു ചാൻസ് കൊടുക്കാൻ കൈസ്. ഇവന് ഇനി എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. സാവേജിനോട് ചോദിക്കണം എന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയണത് ഒരു പ്ലെയർ